കൈരളിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സൂപ്പർ കിഡ്സിലേക്ക് ഹാർദമായ സ്വാഗതം. സ്നേഹിക്കാൻ വേണ്ടി വേദനിപ്പിക്കരുത്, വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെയും സ്നേഹിക്കരുത്. നമുക്ക് മക്കളോടുള്ള സ്നേഹം അത് നമ്മുടെ മനസ്സിലുള്ള സ്നേഹമാണ്. എന്നും തിരിച്ചു കിട്ടാനുള്ള സ്നേഹം തന്നെയാണ്. അമ്മമാർ വാരിക്കൂരി കൊടുക്കുന്നു, അച്ഛനും തരുന്നു. അച്ഛൻ അമ്മയെ സ്നേഹിക്കുന്നു, അച്ഛനും അമ്മയും മക്കളെ സ്നേഹിക്കുന്നു, മക്കൾ നമ്മളെ സ്നേഹിക്കുന്നു. ഇങ്ങനെ സ്നേഹമാണ് അഖില സാരമൊഴിയിൽ. ഇപ്പോൾ സ്നേഹം കൊണ്ട് നിറയണം, പൂക്കളാവണം, പൂന്തോട്ടമാവണം. ഓരോ പൂക്കളാണ് ഈ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു മനോഹരമായ പൂന്തോട്ടം ഞാൻ കാണുന്നു. വന്നിരിക്കുന്ന മാതാപിതാക്കൾക്ക്, കുട്ടികൾക്ക് എൻ്റെ സൂപ്പർ കിഡ്സിലേക്കുള്ള നാമവാദം. രുദ്ര, ഐശ്വര്യ, അനഘ, അഭിരാമി. സൂപ്പർ കിഡ്സിന്റെ ഇന്നത്തെ യുദ്ധം ആരംഭിക്കാൻ പോകുമ്പോൾ 4 പെൺകുട്ടികൾ, മിടുക്കികൾ, എന്താണ് അല്ലേ, എന്നാൽ മിടുക്കന്മാരെ വെല്ലുന്ന മിടുക്കികളാണ് വന്നിരിക്കുന്നത്. പേരെന്താണ്? രുദ്രയാണ്. കാര്യം എന്താണ്? ഫ്രണ്ടിലെ 3-4 പല്ലുകളൊക്കെ പോയിരിക്കുക. രുദ്ര കാണിച്ച് മുദ്ര കാണിച്ച് ഇപ്പൊ എന്ത് പറ്റി? ചിരിച്ചേ. ഇപ്പൊ എന്ത് നല്ല ഭംഗിയുള്ള മുഖമാ. ആ 2 സൈഡിലും നമ്മുടെ വൈക്കോൽ വണ്ടി പോണ പോലുള്ള ആ മുടിയൊക്കെ അങ്ങ് വെച്ച് നല്ല ഭംഗിയാക്കി ഇരിക്കുന്നുണ്ട്. ചിരിയൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ പല്ല് ചിരിക്കുമ്പോൾ പല്ല് കളയാൻ പാടില്ല. പല്ല് പോയ കുട്ടിയാണ്. സാധാരണ നാവ് ശരിയല്ലെങ്കിലാണ് പല്ല് പോകുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പല്ല് മിഠായിയോടുള്ള കൊതി. ഡായി മിഠായി തിന്നാൻ ഇഷ്ടമായി, മിഠായി ഇല്ലെങ്കിൽ കഷ്ടമായി. ഇപ്പൊ മിഠായി തിന്നപ്പോ എന്ത് പറ്റി? ആർപ്പോ ഇറോ എന്ന് പറഞ്ഞ്, ആർപ്പോ ഇറോ പറഞ്ഞ് എന്ത് പറ്റുന്നു പറഞ്ഞാൽ ഒരാള് വേറെ ആ പല്ലിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ കടന്നു പോരും. എന്നേ പറ്റുള്ളൂ. മോന്റെ പേരെന്താ? ആരാണെന്താ? മോന്റെ പേരെന്താ? അമ്മ. മോന്റെ പേര് അമ്മ. മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ലാണ് പഠിക്കുന്നത്. അപ്പൊ 2ൽ നിന്നാണ് ഇനി അടുത്തത് 1ലേക്ക് വരുന്നത്. പിന്നെ LKG-യിലേക്കൊക്കെ പോകുന്നത്. എഴുത്തിന് ഇരുത്തിയിട്ടേ ഉള്ളൂ. പകല് കിടന്ന് ഉറങ്ങാറുണ്ടോ? എപ്പോഴാ കിടന്നുറങ്ങണത്? രാത്രി. പകല് കിടന്നുറങ്ങുമോ? എത്ര മണിക്കൂർ ഉറങ്ങും? 2 മണിക്കൂർ. എന്നിട്ട് പിന്നെയും മൂത്രമൊഴിച്ചിട്ട് വന്ന് പിന്നെയും കിടക്കുമോ? ഭക്ഷണം വല്ലതും കഴിക്കാറുണ്ടോ? എന്താ കഴിക്കുന്നത്? എന്ത്? ചോറ്. കറി എന്താണ്? മീൻ വേണോ? എന്ത് മീനാണ് ഇഷ്ടം? വലിയ മീനാണ്. ചെറിയ മീനൊന്നും അല്ല. വല്ല തിമിംഗലമോ സ്രാവോ അതൊക്കെയാണ് നമ്മുടെ ആൾക്ക് ഇഷ്ടം. ആരെ വീട്ടിൽ പേടി? അച്ഛനും ഒരു പേടിയില്ല. മീശണ്ടായതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അമ്മനെ പേടിയാണ്. അമ്മയ്ക്കും പേടിയില്ല. അച്ഛനെ മോക്കും പേടിയില്ല, അമ്മക്ക് അച്ഛനെയും പേടിയില്ല. ചേട്ടനെ പേടിയണ്ട. ചേട്ടന് ഒരു ഇച്ചിരി പേടിയാ. കാര്യം കിട്ടാനുള്ളത് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. പിണങ്ങോ? എന്തെന്ന് പറയും അമ്മ? പിണങ്ങ എന്ത് പറയും മോന? അറിയത്തില്ല. എന്തൊക്കെയോ പറയണ്ട. ഭാഷ മനസ്സിലാക്കി വരാൻ ഒരു ഇച്ചിരി കൂടി വളരണം. എന്തായാലും അമ്മ അമ്മയുടെ ഡ്യൂട്ടിയൊക്കെ നിർവഹിക്കുന്നുണ്ട് ഇല്ലേ? അമ്മ വഴക്ക് പറയോ വീട്ടിൽ? ആരാ കൂടുതൽ വഴക്ക് പറയുന്നത്? അമ്മയാണോ അച്ഛനാണോ? അമ്മ. എവിടെയാണ് വീട്? പത്തനംതിട്ട. പത്തനംതിട്ടയിൽ എവിടെയാണ്? ഇലവന്തിട്ടയാണോ? കുറച്ച് പത്തനംതിട്ടയാണോ? പ്രോപ്പർ പത്തനംതിട്ടയാണ്. അപ്പൊ ഒരു പാട്ട് എനിക്ക് കേൾക്കണമെന്നൊരു താല്പര്യം. പാപ്പി, അപ്പച്ച, അപ്പച്ചനോട്, അമ്മച്ചിയോട്, അപ്പച്ചിക്ക് സ്നേഹം. അപ്പച്ചനോട്, അപ്പച്ചനോട്, അമ്മച്ചിയോട്, വാവക്ക് സ്നേഹം. അമ്മച്ചിയോട്, അപ്പച്ചനോട്, അമ്മച്ചിയോട്, വാവയ്ക്ക് സ്നേഹം. ആ സൈസ് ഇവിടെ ഓടൂല. അപ്പച്ചനോട്, അമ്മച്ചിയോട്. ആരോടാ സ്നേഹം? അച്ഛനോട്. പെൺകുട്ടികൾക്ക് എപ്പോഴും അങ്ങനെയാണ്. അച്ഛനെന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനാ ഇല്ലേ? അച്ഛൻ്റെ പേരിലാ റേഷൻ കാർഡ്, അച്ഛൻ്റെ പേരിലാ വീടിൻ്റെ ആധാരം ഒക്കെ ഇരിക്കണത്. അച്ഛനോട് പറഞ്ഞാൽ അച്ഛനേ ജോലിയുള്ളൂ. അമ്മയ്ക്കൊരു ജോലിയും കൂടി ഇല്ലെങ്കിൽ പെൺമക്കൾക്ക് എപ്പോഴും ഇഷ്ടം ആരെയാണ്? അച്ഛനെ. പിന്നെ അമ്മയോട് ഇഷ്ടം വരുന്ന എപ്പോഴാ? അമ്മയ്ക്ക് ജോലി, അമ്മയുടെ ശമ്പളം, അമ്മയുടെ ഭരണം, അമ്മയുടെ സെറ്റപ്പ്, അമ്മയുടെ ആൾക്കാരൊക്കെ വരുമ്പോൾ ഉപദ്രവവും കൂടി അമ്മ ഇല്ലെങ്കിൽ ആരോടാണ് ഇഷ്ടം? അമ്മയോ. അല്ലാത്ത കാലം വരെ ആരോടാണ് ഇഷ്ടം? അച്ഛൻ. നല്ല കാര്യമാണ്. അച്ഛൻ എന്താ ജോലി? ഒച്ചത്തി പറ. അച്ഛൻ എന്താ ജോലി? അച്ഛൻ ബോഡി വർക്ക്ഷോപ്പാക്കി ചെയ്യുന്ന ജോലിയാണ്. അമ്മയ്ക്കോ? അമ്മയ്ക്ക് വീട്ടില് പ്രത്യേകിച്ച് പണിയുണ്ടോ? കുക്കിംഗ്. അപ്പൊ കൊണ്ടുവന്ന വീട് ഗുണമുള്ള സംഭവമാണ്. നമ്മുടെ വീട്ടിൽ കുറച്ച് പണിയുണ്ട്. എന്തൊക്കെ പണി ചെയ്യും അമ്മ?
പാത്രം കഴുകും, ചോറ് വെക്കും, പിന്നെ വെറുതെ ഇരിക്കും, തുണി അലക്കും, വെറുതെ ഇരിക്കും, ടി വി കാണും, റെസ്റ്റ് എടുക്കും. കൂടുതൽ റെസ്റ്റാണ് എടുക്കുന്നത് അല്ലെങ്കിൽ പണിയാണ് എടുക്കുന്നത്? കൂടുതൽ റെസ്റ്റാണ് എടുക്കുന്നത് പണിയാണ് എടുക്കുന്നത്? പണിയാണ് എടുക്കുന്നത്. മറുതല പണിയാണ്. സഹായിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ വീട്ടിൽ? അച്ഛൻ സഹായിക്കോ? അടുക്കളയിൽ എന്തെങ്കിലും വരുമോ? എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുമോ അച്ഛൻ? അമ്മ തന്നെയാണ് ബെസ്റ്റ്. അച്ഛനൊന്നും സഹായിക്കാറില്ല. ഭാര്യമാരെ ഒന്നും സഹായിക്കാറില്ല. അവർ നമുക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അവരുടെ രക്തം വിയർപ്പാക്കുന്നു, ചോരും നീരും വിയർപ്പാക്കുന്നു. തോരം കഷ്ടപ്പെട്ടാണ് കേരളത്തിലും പല കുടുംബങ്ങളിലും അമ്മമാർ. ഈ കഷ്ടപ്പാടൊന്നും ആരും അറിയുന്നില്ല. സത്യത്തിൽ എനിക്ക് കരയണമെന്നുണ്ട്. പക്ഷെ പിന്നെ അച്ഛനാണല്ലോ വർക്കിന് ബോഡി വർക്ക്ഷോപ്പായിട്ട് പോകുന്നതെന്ന് കാണുമ്പോൾ നമ്മളും ഇരുന്ന് തിന്നുകയാണ് അല്ലേ? ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? ബിരിയാണി വീട്ടിൽ വെക്കുന്നതാണോ ഇഷ്ടം? നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണമാണോ ഇഷ്ടം? പുറത്തുനിന്ന് അച്ഛൻ കൊണ്ട് ഹോട്ടലിൽ നിന്ന് വാങ്ങിത്തരുന്നതാണോ ഇഷ്ടം? നമ്മുടെ കൈ കൊണ്ട് കഴിച്ചാൽ പിന്നെ അധികകാലം ഇല്ല എന്നാണ് കുട്ടി പറയുന്നത്. അതുകൊണ്ട് അമ്മ ദൈവത്തോർത്ത് വെക്കാതിരിക്കുക. കുട്ടിക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം. അമ്മ ദേഷ്യപ്പെടുവോ അച്ഛനോട്? വഴക്കടിക്കുവോ? വഴക്കിടും. അച്ഛനും വഴക്കിടും. അച്ഛനിടൂല, അമ്മ തുടങ്ങും. ദേഷ്യം വരുമ്പോൾ അമ്മയുടെ മുഖം എങ്ങനെ ഇരിക്കും അറിയില്ല. ദേഷ്യം വന്നാൽ അമ്മ എന്തു പറയും? ആരെ പറയും? അച്ഛൻ കരയൂ? അതും കേട്ട അവിടെ ഇരിക്കും, കൊമ്പിട്ടിരുന്നോളൂ, അല്ലെ പുറത്തേക്ക് പോകും? ഒന്നും മിണ്ടൂല. അമ്മ ഇങ്ങനെ പറഞ്ഞ മുഴുവൻ കേട്ട അവിടെ ഇരുന്നോളൂ. അവാർഡ് ഏർപ്പെടുത്താം കേട്ടാ. സഹനത്തിന്റെ ഒരു ചെറിയ അവാർഡ് ഞാൻ ഏർപ്പെടുത്തിയിട്ട് വീട്ടിൽ കൊണ്ടും തരാം. അമ്മയാണ് സത്യത്തിൽ രുദ്ര. അമ്മ അച്ഛനെ എന്തെന്നാ വിളിക്കുന്നത്? എന്ത് വിളിയാണ് വിളിക്കുന്നത്? ചിലപ്പോ ഒരു വിളി വിളിക്കും, പക്ഷെ അത് എന്ത് വിളിയാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. അമ്മ അച്ഛനെ എന്ത് വിളിക്കും? രതീഷേട്ടാ എന്ന് വിളിക്കും. ദേഷ്യം വരുമ്പോ എന്ത് വിളിക്കും? പൊട്ടക്കണ്ണാന്ന് വിളിക്കും. രണ്ട് കണ്ണും പൊട്ടയല്ല, എന്നാലും കിട്ടിയ പേര് പൊട്ടക്കണ്ണാന്ന. ഈ പൊട്ടക്കണ്ണന്റെ കൂടെ വേറെ എന്തെങ്കിലും ചേർക്കുവോ? പൊട്ടക്കണ്ണാന്ന് മാത്രം വിളിക്കൂ. അവര് തമ്മിൽ അടിയിടിയൊക്കെ വീഴുവോ? അങ്ങനെയൊന്നുമില്ല. അഥവാ നിങ്ങൾ വീഴുന്നുണ്ടെങ്കിൽ മോള് കാണുന്നില്ല. അമ്മയുടെ വീട്ടിലേക്ക് അമ്മ വഴക്കിട്ട് പോകാറുണ്ടോ? അമ്മയുടെ വീട്ടിൽ പോകുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടം? അച്ഛന്റെ വീട്ടിൽ പോകുന്നതാണ് ഇഷ്ടം? എന്ത് കഴിക്കുന്നതാണ് ഇഷ്ടം? ബിരിയാണി. എന്ത് കഴിക്കുന്നതാണ് ഇഷ്ടം? എന്ത് കഴിക്കുന്നതാണ് ഇഷ്ടം? ചപ്പാത്തി. ബിരിയാണി എന്ത് ബിരിയാണി വേണം? ചിക്കൻ വേണോ മട്ടൺ വേണോ? എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഈ പറയണത്. ബിരിയാണി ചിക്കൻ വേണോ, കോഴി വേണോ, ആട് വേണോ, പശു വേണോ, പച്ചക്കറി വേണോ? നമ്മുടെ ഒരു സന്തോഷത്തിന് ഒരു കോഴിയുടെ കരച്ചിൽ കേട്ട് അതിനെ കൊന്ന് സമാധാനമായിട്ടിരുന്നു. എത്ര ബിരിയാണി തിന്നും? 2 ബിരിയാണി. 2 ബിരിയാണി തിന്നാൽ എന്തായാലും 1.5 കിലോ ഉണ്ടാവും. ഇത് തൂക്കി നോക്കിയാൽ ഒരു 50 ഗ്രാമേ കാടും. 50 ഗ്രാം അല്ലെങ്കിൽ 60 ഗ്രാം. ഉറങ്ങുമോ? ഇപ്പൊ ഉറങ്ങണമെന്നുണ്ടോ? സമ്മാനം വേണോ? എത്ര സമ്മാനം വേണം? സമ്മാനം കുറച്ച് വേണം. അപ്പൊ ഒരു പാട്ട് പാടാം അല്ലേ? ഒരു പാട്ട്. കലമാനി കലമാനി മല കയറാൻ പോരുന്നു, തലയിൽ പൂച്ചുടിക്കാം, വല കണ്ടാലോടിക്കൂ. കലമാനെ പിടിക്കാൻ പോകുന്ന ഒരു ചെറിയ പാട്ട്. ഇതാരാ പഠിപ്പിച്ചു തന്നത്? മാഡത്തിന്റെ പേരെന്താണ്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ആരാ? എപ്പോ ഏത് കുട്ടിയോട് ചോദിച്ചാലും ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ആരാന്ന് വെച്ചാൽ ഞാനും. പിന്നെ വേറൊരാളെ കൂടി കൂട്ടി പിടിക്കും. അപൂർവം ചിലരെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ആരാ? ഞാനാ. എന്നിട്ട് എല്ലാവരും നോക്കും. അണ പറഞ്ഞത് ആരെങ്കിലും വിശ്വസിച്ചോ? പഠിച്ച് ആരെങ്കിലും ആയിത്തീരണോന്ന് അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ? ആരാവും? എഞ്ചിനീയറാവും. അവളുടെ ആഗ്രഹം അതേപോലെ നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മളിനി അടുത്ത ആള്. എനിക്ക് ഡ്രസ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് നിറമാണിത്? നീല. അല്ലേ? ഏറ്റവും ഇഷ്ടമുള്ള നിറം ഏതാണ്?
ചോപ്പ് ചോപ്പ് ചോപ്പ്. ഇതാരെടുത്തു വന്നാണ്? അമ്മ. അമ്മയുടെ പേരെന്താണ്? സ്മിത. അച്ഛൻ്റെ പേരെന്താണ്? പ്രശാന്ത്. അച്ഛൻ എവിടെയാണ്? ബാങ്കില്. രാത്രിയും പകലും ലീവില്ല. ലീവില്ലാത്ത ബാങ്ക് ഏതാണ്? അർബൻ ബാങ്ക്. അർബൻ ബാങ്കിൽ ലീവില്ല. ശ്രദ്ധിച്ചിരിക്കുക, മറ്റുള്ള ബാങ്കിലൊക്കെ അവധി ലീവ് ഉണ്ടെങ്കിൽ അർബൻ ബാങ്കിൽ ലീവില്ല. എവിടെയാണ് അച്ഛൻ ജോലി ചെയ്യണത്? അർബൻ ബാങ്കില്. അല്ല, അത് എവിടെയാണ് സ്ഥലം? കൊട്ടാരക്കര. കൊട്ടാരക്കരയിലുള്ള അർബൻ ബാങ്കിൽ ജോലി എടുത്തത് കൊണ്ട് അവിടെ ഇപ്പൊ ലീവ് ഇല്ലാതെ അച്ഛൻ പെട്ടിരിക്കുക. വീട്ടിൽ വരാറുണ്ടോ? എപ്പോ വരും? രാത്രിയില്. രാത്രി. ഇതാരായിരിക്കുന്നത് വേറെ? അത് എന്റെ ആന്റി. ആന്റിയുടെ പേരെന്താ? ചിത്ര. ചിത്ര ആന്റി പാടുവോ? പാട്ട് പാടുമ്പോ കേൾക്കാൻ പറ്റുമോ? ചിലപ്പോഴൊക്കെ കേൾക്കാറുണ്ട്. ചിലപ്പോൾ സഹിക്കാൻ പറ്റില്ല. മോള് പാട്ട് പാടുവോ? ഒരു പാട്ട് പാടിക്കെടുത്തോ. ചിത്രാന്റിക്ക് ഒരു പാട്ട് പാടിക്കെടുത്തു. ആറ്റുമണൽ പായയിൽ അന്തിവേൽ ചാഞ്ഞനാൾ കുഞ്ഞിലങ്കൈ വീശിനി തോണിയേറി പോയില്ലേ ഇടാത കണ്ണിയ തീർമണി തോരാതെ തോരുന്നു ഓർമ്മകൾ തീർമണി എന്നെ വിട്ടിട്ടെന്തേ ലാസ്റ്റ് ബസ് 5 മിനിറ്റ് കൂടി ഉണ്ട്. മഞ്ചാടിക്കുരുവി നിന്നെ കാത്തിരുന്നേരം എന്റെ മോഹം നോടി ആറ്റുമണൽ പായയിൽ അന്തിവേൽ ചാഞ്ഞന കുഞ്ഞിലങ്കൈ വീശിനി തോണിയേറി പോയില്ലേ. കൊട്ടാരക്കരക്ക് ചെന്നാൽ എപ്പോൾ വേണമെങ്കിലും ബസ് കിട്ടും. ഏത് രാത്രി കൊട്ടാരക്കരക്ക് പോകാനും സുഖം. കാര്യം ഒട്ടും തിരക്ക്, നല്ല തിരക്കുള്ള എല്ലാ സ്ഥലത്തേക്കും വണ്ടികളുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് കൊട്ടാരക്കര. കൊട്ടാരക്കരയ്ക്ക് അടുത്താണ് ആരുടെ വീട്? അല്ലേ? ശരിയാണോ? ഇതൊക്കെ തല്ലിപ്പൊളിക്കാനല്ല ഞാൻ ഇവിടെ കൊണ്ടു നിർത്തിയേക്കണം. സംഗതി ബലമുണ്ട് എന്നെനിക്കറിയാം. പക്ഷെ ഇതൊന്നും കാണിച്ചുകൊണ്ട് ഇതൊന്നും ഉടച്ചു കളയരുത് കേട്ടാ. എന്നോടുള്ള ദേഷ്യം ഇവിടെ തീർക്കരുത്. ഉറക്കം വരുന്നുണ്ടാ? സമ്മാനം എന്തെങ്കിലും വേണോ? ഇപ്പൊ വന്നത് പണിയായെന്ന് മനസ്സിലായില്ലേ? എടുത്തുകൊണ്ട് പോരുമ്പോൾ എന്തിനിവിടെ കയറിയിരുന്ന് ഇങ്ങ് പോരുന്നു? പറയണ്ടേ ഞാനവിടെ ഒറ്റക്ക് നിന്നോളാന്ന്? പെടാപ്പാടായ ഇങ്ങനെയൊക്കെ നമ്മൾ അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ടുണ്ടാ? ഉറങ്ങാൻ പറ്റുന്നുണ്ടാ? ഇറങ്ങാൻ പറ്റുന്നുണ്ടാ? വിശക്കുന്നില്ലേ? വിശക്കുന്നില്ലേ? പട്ടിണിയാണോ? ഇന്ന് വല്ലതും കഴിച്ചോ? എന്ത് കഴിച്ചു? രാവിലെ എന്ത് കഴിച്ചു? ദോശയും കട്ടച്ചമ്മന്തിയും കടലയും. കട്ടച്ചമ്മന്തിയാ? ഞാൻ ആ ചമ്മന്തി കേൾക്കുമ്പോ തന്നെ അതിനകത്തൊരു കട്ടയുണ്ട്. പിന്നെ അതിൻ്റെ കൊടുക്കത്തെ ഒരു വാക്ക് കൂടി ചേർത്താൽ മതി. കൊടുക്കത്തെ കട്ട ചമ്മന്തി. കട്ട ചമ്മന്തിയും ദോശയും. ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുവോ? ആരാ പ്രധാന കൂട്ടുകാരി? വിസ്മയ. വിസ്മയ. പിന്നെ ആരാണ്? ടീച്ചറുടെ പേരെന്താണ്? ഷേർലി ജോൺസൺ. ഷേർലി ജോൺസൺ. എങ്ങനെയുണ്ട് ടീച്ചർ? നല്ല ടീച്ചറാ. പഠിച്ച് ആരാകണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ? എന്താവും? ഡോക്ടർ. എവിടത്തെ? കൊട്ടാരക്കരയില അല്ലെ? കരിക്കോ? മൃഗ ഡോക്ടറാണ്? ദന്ത ഡോക്ടറാണ്? ഓർത്തോ ഡോക്ടർ? എന്ത് ഡോക്ടറാണ്? ഡോക്ടർ. മുന്നോട്ട് വീടല്ലേ, എനിക്ക് വയ്യേ. സംഗതി ഞാൻ പറഞ്ഞില്ലേ, പെട്ടുപോയി. ഒരു രക്ഷയില്ല, പോകാൻ പറ്റില്ല. ഡോറടച്ചിട്ടിരിക്കുക. ഇനിയുള്ള ഇങ്ങനെയുള്ള സ്ഥലത്ത് ചോദിച്ചിട്ട് വേണം പോവാൻ. വിളിക്കുമ്പോൾ തന്നെ പുറപ്പെട്ട് ഉടുപ്പുമാറി വരരുത്. ആരാ വീട്ടിൽ പോഴത്തരം പറഞ്ഞാലും? വീട്ടിൽ മണ്ടത്തരം ഏറ്റവും ബുദ്ധിയുള്ള ആർക്കാ വീട്ടിൽ? അമ്മയ്ക്ക്. ബാങ്ക് ജീവിതം വളരെ എന്താ പറയണത്, കണക്ക് കൂട്ടലുകളുടെ ഒരു ലോകമാണ്. അവിടെ നിന്ന് ക്യാഷ്യറായും കൂടി അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ വലിയ പണിയാണ്. കറക്റ്റ് ഒരാളില്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊന്നും ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറ്റില്ല. അതുകൊണ്ട് അർബൻ ബാങ്കിലെ ജോലിയുമായിട്ട് തിരക്കിട്ട് പിടിച്ചിരിക്കുന്ന അച്ഛനൊരു ഹായ് പറഞ്ഞേക്കൂ. അങ്ങോട്ട് കൊടുക്കൂ. ഈ കഞ്ഞി കുടിച്ച പോലെയല്ല, ചോറ് തിന്ന പോലെ. ഹായ്. ആ അപ്പോൾ ആൻറ്റി ഉണ്ട്, ആൻ്റപ്പനുണ്ട്, അമ്മമ്മയുണ്ട്. എന്താണ് ബേബി ഗിരിജ? ഇനി അങ്ങനെ വിളിക്കരുത് കേട്ടോ. ഗിരിജ അമ്മമ്മയെന്ന് വിളിച്ചാൽ മതി. നല്ല പേരാ കേട്ടോ. അച്ഛൻ്റെ പേരെന്താന്ന് പറഞ്ഞത്? പ്രശാന്ത്. പ്രശാന്ത്. നമ്മുടെ പേരോ? സ്മിത. അപ്പോൾ നമ്മുടെ മുഖത്ത് ആ ചിരി ഉണ്ടാവട്ടെ. അച്ഛൻ പ്രശാന്തനായിട്ടിരിക്കട്ടെ, പഠിച്ച് നല്ല മിടുക്കിയാവട്ടെ, ക്ലാസ്സിൽ എല്ലാ കുട്ടികളോടൊപ്പം ഒന്നാമതെത്തട്ടെ, പാട്ട് പാടട്ടെ, ഡാൻസ് കളിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. പോരെ?
ഒരു പാട്ട് പാടാമോ? പാടി. ടീച്ചറിന്റെ പേരെന്താ? അറിയില്ല. അച്ഛന്റെ പേര് എങ്ങനെയുണ്ട്? ഈ ചേട്ടനാളെങ്ങനെയുണ്ട്? കുസൃതിയാണ്? വഴക്കിടുവോ? പിടിക്കുവോ? തല്ല് പിടിക്കുവോ? മോനായിട്ട് തല്ലുകൊള്ളുവോ? മോൻ കളിക്കണ കളിപ്പാട്ടൊക്കെ എടുത്ത് ഓടിക്കളയുവോ? ചുമ്മാ വയ്യല്ലേ? ഫീസായില്ലേ? ചാർജ് പോയില്ലേ? വന്നപ്പോ എന്തായിരുന്നു? ആപ്പിള് പോലെ ഇരുന്ന ആളാ, ഇപ്പൊ നിപ്പിള് പോലെ. സംഗതിയൊക്കെ തകർക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മൈലേജ് ബാറ്ററി പോയിരിക്കണേ. ഇപ്പം ഒന്ന് ചാർജ് ഊത്തി എടുക്കണം. എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടോ? എന്താണ്? എന്തെങ്കിലും മിഠായിയോ എന്തെങ്കിലും വേണോ? ഐസ്ക്രീമോ ബിരിയാണിയോ? മതിയാ? മേടിച്ചാൽ ഇവിടെ ഇരുന്ന് തന്നെ തിന്നുവോ? തന്നെ വാരി കഴിച്ചോളുവോ? ഇവിടെ മറ്റേ കാക്കവില വില കലവില ആക്കിയിടുവോ? അമ്മ വാരി തന്നാ മതി. അമ്മ അച്ഛൻ ബിരിയാണി മേടിച്ച് തരാറുണ്ടോ? ഇത് എന്ത് ഡ്രസ്സാണിത്? എന്ത് നിറമാണത്? ആ, പിന്നെ മേടിക്കാതെ കിട്ടുമോ? അവിടെ നിന്ന് എടുത്തോണ്ട് വരാൻ പറ്റുമോ? ആരാ ഇത് വാങ്ങി തന്നത്? ഓർമ്മയില്ലേ? അമ്മച്ചി അച്ഛൻ. അമ്മച്ചി അച്ഛനും കൂടി പോയാണ് വാങ്ങിച്ചത് അല്ലേ? നല്ലതാണ്, നല്ല ഡ്രസ്സൊക്കെയാണ്, നല്ല ആള്, നല്ല മിടിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇത്തിരി നേരം കിടന്ന് ഉറങ്ങിക്കോ, അപ്പോൾ നമുക്കൊരു ഇത് കിട്ടും. ഞാൻ പോകാൻ നേരത്ത് വിളിക്കാം കേട്ടാ. സമ്മാനം വേണോ? തന്നാ പോയിക്കോളൂ. എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? എവിടെയാണ് വീട്? പത്തനംതിട്ടയിൽ. എവിടെയാണെന്നാ പറഞ്ഞത്? പ്രോപ്പർ പത്തനംതിട്ട. അച്ഛൻ എന്താ ജോലി? സർവേ ഓഫീസർ. അമ്മയ്ക്ക് വല്ല ജോലി ഉണ്ടോ? അമ്മയും സർവേ ഉണ്ട്. രണ്ടും സർവേ ആണോ? അവിടെ വെച്ച് കണ്ടുമുട്ടിയതാണോ അല്ലെങ്കിൽ കണ്ടുമുട്ടിയതിനു ശേഷം സർവേ ആയതാണോ? അല്ലല്ല, രണ്ടുപേരും രണ്ട് സ്ഥലമാണ്. പക്ഷെ നിങ്ങൾ സർവേ തന്നെ നോക്കി എന്താണ് അങ്ങനെ വല്ല നേർച്ചയുണ്ടായോ? വിവാഹം കഴിഞ്ഞാണ് ജോലി കിട്ടിയത്. രണ്ടുപേർക്കും കിട്ടിയപ്പോൾ രണ്ട് പണി ഒരുമിച്ച് കിട്ടി. രണ്ടുപേർക്കും ശരിക്കും മനപ്പൊരുത്തമുണ്ട്, ജോലി പൊരുത്തമുണ്ട്. തീർച്ചയായും അല്ലേ? രണ്ട് വഴിക്ക് അങ്ങ് പോകും. എത്ര മണിക്ക് തിരിച്ചു വരും അച്ഛനും അമ്മയും? അച്ഛൻ രാത്രി 9 മണിക്ക് വരും. അമ്മ എത്ര മണിക്ക് വരും? 5 മണിക്ക് വന്നിട്ട് പിന്നെ അമ്മ പിടിപ്പത് പണിയും കാര്യങ്ങളും. അച്ഛൻ എന്തെങ്കിലും സഹായിക്കും അമ്മയെ? എന്ത് സഹായിക്കും? തുണി അലക്കിയിടും. പിന്നെ ആലോചിക്കണം, ഒരു സർവേ ഓഫീസറാണ് ഈ കാണിക്കണത്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കും. അടുക്കളയിൽ കയറും, വെള്ളം കോരി കൊടുക്കും. പിന്നെ അടുക്കളയിൽ വരുമോ? വെള്ളം കോരി കൊടുക്കൽ ഒരു പ്രധാനപ്പെട്ട പണിയാണ്. എന്ത് സർവേ ഓഫീസർ ആയാലും എന്ത് ഓഫീസർ ആണെങ്കിലും കുടുംബത്തിൽ നമ്മൾ ഭാര്യയുമായി ചേർന്നുകൊണ്ടൊരു സഹായം ഉണ്ടെങ്കിൽ മറ്റാരും സഹായിക്കാനില്ലെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. പാട്ട് പാടുമോ? ഒരു പാട്ട് പാടി കൊടുത്ത് 2 സർവേ ഓഫീസറും കൂടി രാവിലെ 2 വഴിക്ക് പിരിയുന്നു. അപ്പം നമ്മ വീട്ടിൽ ഒറ്റക്ക് തലയിൽ ഇങ്ങനെ ഇരുന്നോട്ട് ഒരു പാട്ട് പാടും. പാട്ട് പാടി. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം 2 വഴിക്ക് പോയി. കിന്നരിച്ചു പാടുവാനുള്ളിലുള്ളിൽ നിന്നൊരു ശ്രീരാഗം. സന്തോഷമായി. ഉടമഞ്ഞിക്കുളിരുള്ള പുലരിയിൽ പാറിപ്പറിയുന്നമന്റെ കനവുകളിൽ വരവാ ആയിഷ വരവാ അന്നത്തെ ദിവസം അവസാനിച്ചു. പിന്നെ രാവിലെ ുള്ളിൽ നിന്ന്. ഇതാണ് നമ്മുടെ ലൈഫ്. വേറെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മച്ചിയുണ്ട്. അപ്പൊ അമ്മച്ചി ഉള്ളതുകൊണ്ട് ഈ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ അമ്മച്ചി എങ്ങനെയും കേട്ടുകൊണ്ടിരിക്കും. അപ്പോ ആരായി തീരണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ? പഠിച്ച് ടീച്ചറാണ്. നല്ല ക്ലാസ് ടീച്ചർ ആവണം. കുട്ടികളെ പഠിപ്പിക്കണം. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം വളരെ വലുതാണ്. കുറേ കാലം കുട്ടികളെ കണ്ട് പരിചയപ്പെടാം, കുറേ അറിവ് പിന്നെയും സമ്പാദിക്കാം. അതൊക്കെ നല്ല കാര്യം. അപ്പോൾ നന്നായി പഠിക്കണം
അച്ഛനെ അമ്മനെ പോലെ ഇനി സർവേക്കാരാവരുത് കേട്ടോ. അവർ രാവിലെ പണിക്കൂ. അടുത്തുള്ള സ്കൂളിൽ നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. കേട്ടോ. അപ്പം അച്ഛൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് അവർക്ക് രണ്ടുപേർക്കും ജോലി കിട്ടിയത്. ഒരു പണിയില്ലാതിരുന്ന സമയത്താണ് നിങ്ങൾ കല്യാണവും കഴിച്ചത്. സമ്മതിക്കണോട്ടോ നിങ്ങളുടെ വീട്ടുകാരാണ് അല്ലേ? ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ പോകണല്ലേ? കുഴപ്പം മുമ്പായിരുന്നു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഒരു മോള് മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾക്ക്? മോൻ എന്ത് ചെയ്യുന്നു? മോന്റെ പേര് പഠിക്കും. എങ്ങനെയുണ്ട് അനിയത്തി? മോൻ എങ്ങനെയുണ്ട്? ഞാൻ കുറച്ച് കുഴപ്പ. ഏത് ക്ലാസ്സിലാണ് പഠിക്കണത്? 8th. രണ്ടുപേരുടെയും ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു ഹായ് പറയൂ. ഹായ്. അപ്പോൾ എല്ലാവരും നല്ല മിടുക്കികൾ. സംഗതി വേറെ ഒന്നും കൊണ്ടല്ല, ഉറങ്ങിപ്പോൾ എപ്പോഴാണ് അതൊക്കെ താഴേക്ക് വീഴുന്നതെന്ന് അറിയാൻ പറ്റില്ല. അവിടെയൊക്കെ പോകാൻ തിരക്കിട്ടിക്കണിൽ പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പോകുന്നതാ. ഇവിടെ വന്നപ്പോഴാണ് പറയണത് കുറച്ച് നേരം ഇരിക്കുകയും ചെയ്യണമെന്ന്. എനിക്കിനി വയ്യട കൃഷ്ണ നടക്കാനും മുഖം മര്യാദക്ക് വട്ടമുഖം പോലെ ഇരുന്ന മുഖമാണ്. ഇപ്പം മറ്റേ തേങ്ങ പൊതിക്കണ പാര പോലെ ആയിക്കോട്ടെ. എന്നാലും ചെറിയ പ്രായത്തിൽ ഓടിക്കളിച്ച് വന്നല്ല അതിനകത്ത്. ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ ശ്രദ്ധിച്ചു പോവുക. ഇതേപോലുള്ള പരിപാടികൾ ഉണ്ടാകുന്ന നോക്കിയിട്ട് വേണം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വരാൻ കേട്ടാ. അപ്പോൾ വളരെ സന്തോഷം. ഇനി നമുക്ക് സമ്മാനം കൊടുക്കാം. സമ്മാനം വേണ്ടേ? കിട്ടാം. അപ്പോൾ സമ്മാനത്തിനുള്ള സമയം സമാഗതമായി. ചേട്ടനെ ഇഷ്ടമുള്ളവരാരാണ്? ചേട്ടനെ ഇഷ്ടമുള്ളവർ. ചേട്ടന് ഇഷ്ടമാണോ? എന്നോ ചേട്ടന് ഇഷ്ടമുള്ളതുകൊണ്ട് മിൽക്ക വണ്ടർ കേക്ക് നൽകുന്ന സമ്മാനം. പോകരുത് കേട്ടോ. എത്ര ക്ലാസ്സിലാണ് പഠിക്കണത്? രണ്ടിൽ 1ാം ക്ലാസ്സിൽ പഠിക്കണ ആരാ ഉള്ളത്? ആണോ? അപ്പം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾക്ക് മിൽക്ക വണ്ടർ കേക്ക് നൽകുന്ന സമ്മാനം. ഇന്ന് ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞത് ആരാണ്? ഇന്ന് ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞത് ആരാണ്? കൈപൊക്കുക. ആരുമില്ല. ഒരു നുണ പറഞ്ഞത് ആരാണ്? ഒരു നുണ പറഞ്ഞത് ആരാണ്? അച്ഛനെ മാത്രം ഇഷ്ടമുള്ള ആരാണ്? അച്ഛനെ മാത്രം ഇഷ്ടമുള്ളത് കൈപൊക്കാം. അച്ഛനെ മാത്രം ഇഷ്ടമുള്ളത്. അപ്പോൾ അമ്മയെ അച്ഛനെ ഇഷ്ടപ്പെടുന്ന ആൾ കേട്ടാ. ഇനി ഡാൻസും പാട്ടും ഒക്കെ പഠിക്കുന്ന മോക്ക് മിൽക്ക വണ്ടർ കേക്ക് നൽകുന്ന ഒരു സമ്മാനം. അപ്പോൾ സന്തോഷമായി, സമാധാനമായി അല്ലേ? സമയമേറെയായി. 10 എടുക്കുമ്പോൾ മണി 10 ഇല്ലേ? നമുക്ക് വീണ്ടും കാണാം. നാളെ പുതിയ കുട്ടികളുമായി, പുതിയ മാതാപിതാക്കളുമായി, വീണ്ടും പുതിയ തമാശകളും കുസൃതികളും വികൃതികളുമായി. ഓക്കെ, ഇന്ന് യാത്ര ശുഭയാത്ര.